ഹായ് ഗൈസ്. സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ 19 ചാപ്റ്ററിലാണ് ഇന്ന് കടക്കാൻ പോകുന്നത്. സോ ഇന്ന് നമുക്ക് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാനുള്ളത് ഫംഗ്ഷനിൽ നിന്ന് വാല്യൂസ് എങ്ങനെ തിരിച്ചെടുക്കാം, അഥവാ വാല്യൂസ് എങ്ങനെ റിട്ടേൺ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് സ്റ്റൈൽസ് ഒന്ന് ഞാൻ ഗോ ത്രൂ ചെയ്യാം, നിങ്ങളുടെ അടുത്തൊന്ന് കാണിക്കാം എങ്ങനെയാണ്, എന്താണ് സിൻറ്റാക്സ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ഞാനൊരു ഒരു ചെറിയൊരു ജസ്റ്റ് നോട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈക്ക് എങ്ങനെ നല്ല രീതിയിൽ കോഡ് എഴുതാം, കുറച്ച് സിൻറ്റാക്സിങ് എററൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ നല്ല രീതിയിൽ കോഡ് എഴുതാം എന്നുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ കാണിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ എക്സാമ്പിൾസ്. ഇതിൽ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ നെയിം ഇട്ടിട്ടുണ്ട്, പിന്നെ ഫംഗ്ഷൻ ബോഡിയുടെ ഉള്ളിൽ നമ്മൾ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ചെറിയ പ്രശ്നമുണ്ട്, ഇതൊരു എററാണ്, സിൻറ്റാക്സ് എറർ കാണിക്കും. കാരണം എന്താ വെച്ചാൽ ഫംഗ്ഷന് പാരാമീറ്റർ ലിസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു ബ്രാക്കറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സോ ഈ ബ്രാക്കറ്റ് അവിടെ മിസ്സായിരുന്നു ഇവിടെ. ഓക്കെ, സോ ഐഡിയൽ നമ്മൾ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഫംഗ്ഷൻ നെയിം പിന്നെ പാരാമീറ്റർ ലിസ്റ്റ്. ഇതിൽ ലിസ്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എം ടി ആയിരിക്കും, ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂസ് ഉണ്ടാവും. പിന്നെ ബ്രേസസ് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫംഗ്ഷൻ ബോഡി ചെയ്താൽ, നമ്മുടെ കേസിൽ ഇവിടെ അലർട്ടാണ്. ഓക്കെ, സോ നമ്മൾ എന്താ പറയുക റീഡബിൾ, ഇനി ഇത് സംഭവം റീഡബിൾ ഫോർമാറ്റും കൂടി ആക്കണം. ആക്ച്വലി ഇതിപ്പോൾ റീഡബിളാണ്. ഇപ്പം നമ്മൾക്ക് ആക്ച്വലി ഇങ്ങനെ എഴുതാം, ഫംഗ്ഷൻ നെയിം ബ്രേസ് ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അലർട്ട് എഴുതിയിട്ട് അലർട്ട് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുന്നുണ്ട്. ബേസിക് ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേസസ് ഒക്കെ ക്ലോസ് ചെയ്തു കറസ്പോണ്ടിങ്ങിൽ. ഓക്കെ, ഇത് വാലിഡ് കോഡാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഇതിൽ വൈറ്റ് സ്പേസ് ലൈൻ ബ്രേക്സും അങ്ങനെയൊന്നും ടോട്ടലി ഓപ്ഷണലാണ്. പക്ഷേ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, അത് ആവശ്യമില്ല. പക്ഷേ ഞാൻ ആക്ച്വലി ഇതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ റീഡബിലിറ്റി ഉണ്ട്. ഇതെനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എന്ത് എഴുതി വെച്ചേക്കണേ എന്നുള്ളത്. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി, ഓക്കെ ഇത് ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ്റെ പേരുണ്ട്, എന്താ ചെയ്യുന്നത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്നുള്ളത് പെട്ടെന്നൊരു കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും നമുക്ക്. സോ നമ്മൾ കോഡൊക്കെ എഴുതുമ്പോൾ ഇത്തിരി റീഡബിലിറ്റിക്ക് വൈറ്റ് സ്പേസ് ഒക്കെ കൊടുത്ത് എഴുതാം. സോ അതേപോലെ തന്നെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇത് വാലിഡാണ്. യൂസറിന് സ്പേസ് ഇല്ല, അപ്പോൾ അടുപ്പിച്ചിട്ട് എഴുതി ഈക്വൽ ടു എന്നിട്ട് അടുപ്പിച്ച് തന്നെ വാല്യൂം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് വായിക്കുമ്പോൾ ഒരു ഇത്തിരി കൺഫ്യൂസിങ് വരും. അപ്പോൾ പക്ഷേ ഇത് വാലിഡ് ആട്ടോ, വാലിഡ് അല്ല എന്ന് പറയുന്നില്ല, ഇങ്ങനെ എഴുതുന്നത് വാലിഡാണ്. പക്ഷേ കുറച്ച് വായിക്കാൻ എളുപ്പത്തിൽ നമ്മൾ ലെറ്റ് വേരിയബിൾ നെയിം ഈക്വൽ ടു ലെറ്റ് വേരിയബിൾ നെയിം സ്പേസ് ഈക്വൽ ടു സ്പേസ് പിന്നെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വായിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക്. ഓക്കെ, സോ ഇൻ ജനറൽ ഞാൻ പറയുന്നത് വൈറ്റ് സ്പേസും ലൈൻ ബ്രേക്സ് ഒക്കെ കൊടുക്കുന്ന ഓപ്ഷനിലാണെങ്കിൽ കൂടിയും നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ബെറ്ററാണ്. പക്ഷേ നിങ്ങളിപ്പോൾ വൈറ്റ് സ്പേസ് ഒന്നും കൊടുക്കുന്നില്ലാണെങ്കിൽ എറർ അടിക്കാൻ നിങ്ങളിപ്പോൾ അറിയാണ്ട് വിട്ടുപോയി, ഫംഗ്ഷൻ നെയിമിൻ്റെ ഇടയിൽ വൈറ്റ് സ്പേസ് ഉണ്ട്, അത് നിങ്ങൾ കൊടുക്കുന്നില്ല, വിട്ടുപോയി എന്ന് വെച്ചാൽ എറർ അടിക്കും. ഓക്കെ, കാരണം ഇവിടെ ഫംഗ്ഷന് എനിക്കൊരു പുതിയ കീവേഡ് കിട്ടിയിട്ടില്ല, മനസ്സിലായിട്ടില്ല ജാവാസ്ക്രിപ്റ്റിന് എന്താണെന്നുള്ളത്. സോ അതൊരു സിൻറ്റാക്സ് എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ സെമിക്കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെമിക്കോളിന് എല്ലാം ഓപ്ഷണലാണ്, നിർബന്ധമില്ല ജാവാസ്ക്രിപ്റ്റിൽ. പക്ഷെ നമ്മൾ കൊടുക്കാറുണ്ട്, ഞാൻ ഇടയ്ക്ക് കൊടുക്കും സെമിക്കോളിനൊക്കെ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിന് നമ്മൾ ഫോർമാറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ലിൻഡേഴ്സും ESLint യൂസ് ചെയ്യുന്നുണ്ട്. കോഡ് ഫോർമാറ്റിങ്ങിന് പ്രിറ്റിയറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ പിന്നെ നമ്മൾ കൺസിസ്റ്റൻറ്റ് കോഡ് സ്റ്റൈലിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ESLintഉം ലിൻഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പോകെ പറഞ്ഞു തരാം നിങ്ങളുടെ അടുത്ത്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ആക്ച്വൽ ടോപ്പിക്കിലേക്ക് വരാം. ആക്ച്വലി എന്താണ് ജാവാസ്ക്രിപ്റ്റിലെ റിട്ടേൺ എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ നമ്മളൊരു ചെറിയ ഫംഗ്ഷനുണ്ട്, ആഡ് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി 2 നമ്പറുകൾ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്, num1 ഉണ്ട് num2 ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ വെച്ചാൽ അലർട്ട് ഇവിടെ കോൾ ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്ത ശേഷം നമ്മൾ അലർട്ട് കോൾ ചെയ്യുന്നുണ്ട്. അതൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്, നമ്മൾ പറഞ്ഞു സ്ക്രീനിൽ ഔട്ട്പുട്ട് കാണിക്കാനുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആഡ് 1,2 ഇവിടെ നമ്മൾക്കുണ്ട്, ആഡ് 5,5 എന്ന് പറഞ്ഞ് നമ്മളിവിടെ വിളിക്കുന്നുണ്ട്. സോ ഒരു അലർട്ട് ബോക്സിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കാണിക്കാനും പറ്റും. എന്നാൽ എപ്പോഴും എനിക്ക് അലർട്ട് കാണിക്കണം എന്നില്ല. സോ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മാറാം. ചിലപ്പോഴൊക്കെ നമുക്ക് ആ വാല്യൂ വേറെ സ്ഥലത്ത് യൂസ് ചെയ്യണം. ഓക്കെ, അന്ന് റിക്വയർമെൻറ്റാണ് വരുന്നത്, നമുക്ക് എപ്പോഴും അലർട്ട് കാണിക്കണ്ട. സോ അത് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റിട്ടേൺ കീവേഡ് വെച്ചിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും ആക്ച്വലി. സോ ഇതിനൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്തത് കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്തു, ലെറ്റ് യൂസ് ചെയ്തു, ഫംഗ്ഷൻ കീവേഡ് യൂസ് ചെയ്തു. ആക്ച്വലി ഇനി നമ്മൾ ചെക്ക് ചെയ്യാവുന്ന റിട്ടേൺ കീവേഡാണ്. റിട്ടേൺ എന്ന സത്യത്തിൽ അതിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ ഈ വാല്യൂസ് തിരികെ കൊടുക്കുക എന്ന് പറയും. സോ അതായത് ഫംഗ്ഷൻ പറയുന്നു എൻ്റെ ഔട്ട്പുട്ട് തിരിച്ച് പാസ് ചെയ്യണം എന്നും പറഞ്ഞിട്ട് പറയും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിട്ടേൺ എഴുതുന്നത്. സോ എനിക്കിവിടെ ഈ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ അലർട്ട് മാറ്റാണ്. സോ സിമ്പിളാണ്, കീവേഡിൻ്റെ പേര് റിട്ടേൺ തന്നെയാണ്, റിട്ടേൺ റിസൾട്ട് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, സോ നമ്മൾ എവിടെയാണ് വിളിച്ചത് ആ വാല്യൂയിലേക്ക് ഇവിടെ ഈ റിസൾട്ട് വരും. അതാണ് റിട്ടേണിൻ്റെ ഗുണം.
ആക്ച്വലി ഇത് റിട്ടേൺ ചെയ്യണം, ഈ വാല്യൂ റിട്ടേൺ ചെയ്യണം. എവിടെയാണോ വിളിച്ചത്, ഇപ്പോൾ ഇവിടെ കിട്ടുകയാണെങ്കിൽ 3 വരും, ഇവിടെ കിട്ടുകയാണെങ്കിൽ 5 വരും. പക്ഷേ നമ്മൾ ആ റിട്ടേൺ വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇപ്പോൾ ആഡ് വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീലോഡ് ആയി കഴിഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളത് അലർട്ടൊന്നും കോൾ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഇവിടെ അയച്ചു, ആ വാല്യൂ അവിടെ കഴിഞ്ഞു, വേറെ നമ്മളൊന്നും ചെയ്യുന്നില്ല ആക്ച്വലി. അതുകൊണ്ടാണ് നമുക്ക് ഡിസ്പ്ലേയിലൊന്നും കാണാത്തത്. സോ നമുക്ക് ആ വാല്യൂസിനെ സ്റ്റോർ ചെയ്യണം ആക്ച്വലി. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു കോൺസ്റ്റ് ആഡ് റിസൾട്ട് എന്ന് പറഞ്ഞ് ഞാൻ എഴുതാം, ഈക്വൽ ടു ഞാനിവിടെ ആഡ് 1,2 കട്ട് ചെയ്തിട്ട് എഴുതി. ഓക്കെ, ഇത് ഞാൻ കമൻ്റ് ഔട്ട് ചെയ്യാം, കോൾ ചെയ്യേണ്ടെന്ന് വെച്ചിട്ട്. സേവ്, എന്നിട്ട് ഇത് സേവ് ചെയ്തു. സോ ഇപ്പോൾ നമുക്ക് ആഡ് റിസൾട്ട് എന്ന് വെച്ചാൽ ആഡ് റിസൾട്ട് നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഇത് കോൺസ്റ്റൻ്റ് ആണ്. സോ ആ കോൺസ്റ്റൻറ്റിൽ നമുക്ക് വാല്യൂ കിട്ടും 3 എന്ന് പറഞ്ഞിട്ട്, കാരണം ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ചെയ്യും, ആഡ് ചെയ്തിട്ട് ഈ റിട്ടേൺ ഇവിടെ പാസ് ചെയ്യും. ആ പാസ് ചെയ്ത റിട്ടേൺ എന്ത് വെച്ചാൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ട് ഇവിടെ ഈ ആഡ് റിസൾട്ടേക്ക് സ്റ്റോർ ചെയ്യുന്നു. സിമ്പിൾ പരിപാടിയാണ് റിട്ടേൺ ആക്ച്വലി. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ ആഡ് റിസൾട്ട് കോൺസ്റ്റൻറ്റ് വാല്യൂ ഇട്ടിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ആഡ് റിസൾട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ എന്നിട്ട് ഇവിടെ ഈ കറണ്ട് റിസൾട്ട് ഞാൻ മാറ്റി ഞാനിവിടെ ആഡ് റിസൾട്ട് എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ സേവ് ചെയ്യാം. അപ്പോൾ ഈ ആഡ് റിസൾട്ട് എനിക്ക് കറണ്ട് റിസൾട്ട് യൂസ് ചെയ്യാം. കറണ്ട് റിസൾട്ട് നമുക്ക് ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യാമെന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഇതൊരല്പം എന്താ പറയുക, ലോങ് കട്ട് പോലെ നമ്മൾ എഴുതി വന്നപ്പോൾ. സോ നമുക്ക് അതിനെ ചുരുക്കിയിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ആഡ് റിസൾട്ട് വെറുതെ ഒരു അഡീഷണൽ വേരിയബിൾ ആഡ് ചെയ്തു. അതിന് പകരം നമ്മളിത് എടുത്തിട്ട് ഇവിടെ തന്നെ കൊടുക്കാം. എന്നിട്ട് ഈ ആഡ് റിസൾട്ട് നമുക്ക് എടുത്ത് മാറ്റാം. വെറുതെ ഒരു വേരിയബിൾ നമുക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കറണ്ട് റിസൾട്ട് നേരിട്ടാണ് കൊടുക്കുന്നത് ആക്ച്വലി. നമ്മൾ വാല്യൂസ് ആഡ് ചെയ്തിട്ട് ആ 3 എന്നുള്ളത് നേരിട്ട് കറണ്ട് റിസൾട്ടിലേക്ക് കൊടുക്കും. പിന്നെ നമുക്കത് ഔട്ട്പുട്ട് റിസൾട്ട് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്, അതിൽ ഈ കറണ്ട് റിസൾട്ട് പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷനും ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്തു, ഇനി റിട്ടേൺ വെച്ചിട്ട് എങ്ങനെ കൊടുത്തു എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ സേവ് ചെയ്യാം ഇത്, എന്നിട്ടൊന്ന് റീലോഡ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് 3 കിട്ടുന്നുണ്ട് നമ്മുടെ വാല്യൂ. ഇവിടെ ഡിസ്ക്രിപ്ഷൻ തെറ്റാണെങ്കിലും ആക്ച്വലി നമുക്കിവിടെ വാല്യൂ നമ്മുടെ ഔട്ട്പുട്ടിൽ 3 കിട്ടുന്നുണ്ട്. സോ അതെന്ന് വെച്ചാൽ നമ്മളിവിടെ ആഡ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ ചെയ്തിട്ടാണ് നമുക്ക് ആ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫംഗ്ഷൻ കോൾ ചെയ്തെടുക്കുന്നത് നമ്മൾ, എന്നിട്ട് റിട്ടേൺ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് സ്ക്രിപ്റ്റ് ലോഡായി തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാറ്റി നമുക്കൊരു ഇപ്പോൾ സ്ക്രിപ്റ്റ് ലോഡിങ്ങിൽ തന്നെയാണ് നമ്മൾ ഈ എന്താ പറയുക ഈ അഡീഷനൊക്കെ കോൾ ചെയ്യുന്നത്. സോ അത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അത് മാറ്റിയിട്ട് നമുക്കൊരു ബട്ടണിൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കേസിൽ ചിലപ്പോൾ ഇത് ബട്ടണാണല്ലോ, ഈ ബട്ടണിലേക്ക് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്താലേ അത് കോൾ ആകാൻ പാടുള്ളൂ എന്ന് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ യൂസറിന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ ഫംഗ്ഷൻ റൺ ആവുള്ളൂ. ഓക്കെ, സോ അതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഫംഗ്ഷൻ്റെ അകത്തും പുറത്തുള്ള വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെ ബിഹേവിയർ ചേഞ്ച് ആവും, അതിൻ്റെ സ്കോപ്പും ഓർഡർ ഓഫ് എക്സിക്യൂഷനൊക്കെ ചേഞ്ച് ആവുന്ന എന്താണ് ഡിഫറൻസ്. സോ അതൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്യേണ്ടതുണ്ട്. ആ ബട്ടണായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ മുമ്പ് കുറച്ച് ടോപ്പിക്സ് കൊണ്ട് ഗോ ത്രൂ ചെയ്യണം. സോ തൽക്കാലം ഞാൻ ഈ റിട്ടേൺ വാല്യൂസിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഞാനിവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്. നമുക്കിനി അടുത്ത ചാപ്റ്ററിൽ അതിൻ്റെ സ്കോപ്പിനെ പറ്റി കൂടുതൽ വേരിയബിൾസിൻ്റെ സ്കോപ്പും ഓർഡർ ഓഫ് എക്സിക്യൂഷനൊക്കെ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.